വിവാദങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും വിരാമമിട്ട് വിജയ് നായകനാകുന്ന അവസാന ചിത്രം ജനനായകൻ തിയേറ്ററുകളിൽ. രാജ്യത്തുടനീളം 2500-ലധികം സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശനത്തിന് എത്തിയിരിക്കുന്നത്. ജനുവരിയിൽ റിലീസ് പ്രഖ്യാപിച്ച ചിത്രമാണ്. ഇതിപ്പോൾ സെൻസർ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ തുടർന്ന് 7 മാസത്തിനു ശേഷം ഇന്നാണ് റിലീസ് ചെയ്യുന്നത്. ദളപതി ചിത്രത്തിന്റെ ഫാൻ ഷോ കാണാൻ കേരളത്തിലെ തിയേറ്ററുകളിൽ വലിയ തിരക്കാണുള്ളത്. പാലക്കാട് നിന്ന് ഇക്ബാൽ അറക്കൽ തയ്യാറാക്കി റിപ്പോർട്ട് കാണാം. അങ്ങനെ കാത്തിരുന്ന് അവസാനം ദളപതിയുടെ ജനനായകൻ എന്ന് പറയുന്ന അവസാന സിനിമ അത് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ആദ്യത്തെ ഷോ നടക്കുന്നത് കേരളത്തിലാണ്. 6 മണിക്ക് ഇതിന് ഫാൻ ഷോ നടക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ആവേശത്തിലാണ് വിജയ് ആരാധകർ മുഴുവനും ഉള്ളത്. കേരളത്തിൽ 6 മണിക്ക് ഈ ഷോ ആരംഭിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ആവേശത്തിലേക്ക് ഇപ്പോൾ വിജയുടെ ആരാധകർ മാറിയിരിക്കുന്നു. ടിവിയുടെ ആരാധകർ മാറിയിരിക്കുന്നതിന്റെ കാഴ്ചയാണ് കാണുന്നത്. തമിഴ്നാട്ടിൽ ആദ്യ ഷോ എന്ന് പറയുന്നത് 9 മണിക്കാണ്. ആദ്യ ഷോ കേരളത്തിൽ നടക്കുന്നത് 6 മണിക്കാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ നിരവധി വിജയ ആരാധകരാണ് പാലക്കാട്ടേക്ക് എത്തിയിരിക്കുന്നത്. ഇതാണ് കാണുന്ന ആവേശം എന്ന് പറയുന്നത്. കഴിഞ്ഞ 7 മാസമായി ജനനായകൻ എന്ന് പറയുന്ന ഈ സിനിമയുടെ റിലീസ് കാത്തിരിക്കുകയായിരുന്നു വിജയുടെ ആരാധകരുള്ളത്. പല പ്രതിസന്ധികൾ മറികടന്നത് എച്ച് വിനോദിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന വിജയുടെ ജനനായകൻ ഇതാ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന് വലിയ ആവേശത്തിലാണ് ഇവിടെ ഓരോ ആരാധകരും ഉള്ളത്. ഈ ആവേശത്തിലാണ് ഒരുപാട് കാലം കാത്തിരിക്കും. ഡിസംബറിൽ എടുത്തു വെച്ച ടിക്കറ്റാ ഞങ്ങൾക്ക് ഇപ്പോഴാണ് കാണാൻ പറ്റുന്ന വെയിറ്റിംഗ് അല്ലേ. അതായത് ഡിസംബറിൽ പൊങ്കലിന്റെ ഭാഗമായി കൊണ്ട് റിലീസ് നടക്കുമെന്നുള്ളതായിരുന്നു ജനനായകന്റെ ആളുകൾ നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷേ പിന്നീട് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല. അതിനുശേഷം പിന്നീട് പല രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. ഏതായാലും ആ പ്രതിസന്ധികളെല്ലാം മറികടന്നുകൊണ്ട് ഇന്നിതാ വിജയുടെ ചിത്രം ഈ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ വലിയ ആവേശത്തിലേക്ക് മറികടന്നിരിക്കുകയാണ്. ഇപ്പോൾ ടി.വി.ക്ക് പ്രവർത്തകയാണോ? അതെ, വിജയ് ആരാധകയാണ്. അതെ, കുറേ കാലമായി കാത്തിരിക്കുക. അതെ, ഒരുപാട് നാളായി കാത്തിരിക്കും. ടിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ച് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് എക്സൈറ്റ്മെന്റ് ആണ്. വിജയ് മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യ റിലീസിംഗ് പടമാണ്. അതെ, ആദ്യ റിലീസിംഗ് പടമാണ്. അതുപോലെ തന്നെ അവസാനത്തെ ലാസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ അതിന് ഈ തിയേറ്റർ വിട്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് സങ്കടമായിരിക്കും. ലാസ്റ്റ് പടം എന്നൊരു രീതിയിലും ഒരുപാട് വിജയ ആരാധകർ ഇപ്പോൾ ഇതിനോടകം തന്നെ വന്നിരിക്കുന്നു. വലിയ വലിയ ആവേശത്തിലാണ്. എവിടുന്നാ വരുന്നത്? കോയമ്പത്തൂർ കാണാൻ വേണ്ടി പാലക്കാട്ടേക്ക്. Expecting on this like one last movie, so it should be good. വിജയുടെ ചിത്രം ഇതാ സ്ക്രീനിലേക്ക് വരാൻ വേണ്ടി പോകുന്നു. വൺ ലാസ്റ്റ് ഡാൻസ് എന്ന രീതിയിലുള്ള പ്രഖ്യാപനം തിയേറ്ററുകളിലേക്ക് വന്നിരിക്കുന്നു. ഇനി 3 മണിക്കൂർ ആവേശമാണ് വിജയ ആരാധകരെ സംബന്ധിച്ചിടത്തോളം. അവസാന ചിത്രം വിജയുടെ ഏറ്റവും അവസാന ചിത്രമായിട്ടുള്ള ജനനായകൻ തിയേറ്ററിലേക്ക് വരുമ്പോൾ അത് വലിയൊരു ആഘോഷമാറ്റിമാക്കുക, അത് വലിയൊരു സംഭവമാക്കി മാറ്റുക എന്ന രീതിയിലേക്കുള്ള ഒരു നടപടിയിലേക്ക് ഇപ്പോൾ ഇതാ വിജയ ആരാധകർ ടി.വി.ക്ക് പ്രവർത്തകർ കടന്നിരിക്കുകയാണ്. റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഹിന്ദ് റിപ്പോർട്ടർ, പാലക്കാട്.